ഹലോ ഗീസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രീ ഫയർ 2GB 3GB 4GB എന്നീ റാമുകളുള്ള ലോ ഡിവൈസിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് ആവശ്യമായ കിട്ടില്ല 6 ടിപ്സുകളായിട്ടാണ് ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ആളിനില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ ഞാനിവിടെ വീഡിയോയുടെ പറയാൻ പോകുന്ന ടോപ്പ് 6 ടിപ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ മൊബൈൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും 60% അല്ല, അപ്പൊ ഏകദേശം 60% നിങ്ങളെ റാമിന്റെ ഇഷ്യൂസ്, അപ്പൊ ലാഗായിട്ടും നമ്മളെ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടും എല്ലാം ഗീസ് കുറക്കാൻ പറ്റും കേട്ടോ. അപ്പൊ 60% പറയുന്നത്, അപ്പൊ 100% കുറഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പൊ അതൊക്കെ തള്ളായിട്ട് മാറും. അപ്പൊ ആരെക്കൊണ്ട് 100% ഒന്നും ഹാങ്ങും ലാഗൊന്നും കുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 60% 60% സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫ്രീ ഫയർ നെക്സ്റ്റ് ടൈം മുതൽ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നോക്കാട്ടോ. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ടിപ്സ് നമ്പർ 1 പോവാട്ടോ. അപ്പൊ ടിപ്സ് നമ്പർ 1 എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യുക. അപ്പൊ ഇതിന് വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ഡിസ്പ്ലേ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിക്സ് സെറ്റിംഗ്സ് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ഏതാ കൊടുത്തത് നിങ്ങൾ നോക്കാട്ടോ. അപ്പൊ ഇതിൽ പല പ്ലേസ് അൾട്രയിലൊക്കെ എടുത്ത് കളിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ചാൻസ് ഉണ്ട്. അതുപോലെ സ്റ്റാൻഡിലൊക്കെ ഇട്ട് കളിക്കുന്ന പ്ലേസ് ഉണ്ടാവും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഫ്രീ ഫയർ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ അൾട്രയിൽ സ്റ്റാൻഡിലൊക്കെ ഇട്ട് കളിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഇഷ്യൂ ആയിട്ട് വരില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഹാങ്ങും ലാഗും അതുപോലെ ഹീറ്റ് ഇഷ്യൂസ് ഒന്നും നമുക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നമ്മൾ പതിയെ അപ്പൊ ദിവസം കൂടും തോറും നമുക്ക് ഹാങ്ങും ലാഗും നല്ല രീതിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ട കറക്റ്റ് അല്ല ഗ്രാഫിക്സ് സെറ്റിംഗ്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്മൂത്ത് ആണ്. സ്മൂത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഷാഡോ വർക്ക് ആവുന്നില്ല. നെക്സ്റ്റ് ആയിട്ട് നമുക്കുള്ള കാരണം നോക്കുകയാണ് നമുക്ക് എനിമീസിന്റെ റേഞ്ച്. ഓക്കെ, അപ്പൊ എനിമീസ് കുറച്ച് ദൂരത്തിന് മുമ്പ് തന്നെ നമുക്ക് മാഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ അൾട്രയിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം വരെ നമുക്ക് എനിമീസിനെ കാണാനൊക്കെ പറ്റും. ഓക്കെ, പക്ഷേ നമ്മൾ സ്മൂത്തിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് അത്ര ദൂരത്തുള്ള എനിമീസിനെ കാണാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അലൈസ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എനിമീസിന്റെ ആയിക്കോട്ടെ നമ്മുടെ ടീമേറ്റിന്റെ ആയിക്കോട്ടെ കോസ്റ്റ്യൂം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കളക്ഷൻ ഐറ്റംസും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫ്രീ ഫയർ പ്ലേ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ഹൈ FPS കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോർമലിലൂടെയും കൊടുക്കാൻ നോക്കുക. അപ്പൊ അത് നിങ്ങൾ നോർമൽ തന്നെ ഇടാൻ നോക്കുക. അപ്പൊ നമുക്ക് നേരെ കേസ് നമ്മുടെ ടിപ്സ് നമ്പർ 2 പോവാട്ടോ. അപ്പൊ ടിപ്സ് നമ്പർ 2 എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ്. അപ്പൊ നമ്മുടെ ഫോണിന്റെ ഇന്റർണൽ സ്റ്റോറേജ് ഉണ്ടല്ലോ. അപ്പൊ മെമ്മറി കാർഡിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ ഫോണിനകത്ത് ഒരു മെമ്മറി കാർഡ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ സ്റ്റോറേജ് നിങ്ങൾ മാക്സിമം ഫ്രീ ആയിട്ട് വെക്കാൻ നോക്കുക. അപ്പൊ അതിൽ നമുക്ക് കുറെ അധികം മൂവീസ് ആയിട്ടും നമ്മൾ കുറെ അധികം ഗെയിം ആയിട്ടും വേണ്ടാത്ത ആപ്ലിക്കേഷൻ ആയിട്ടും കുറെ അധികം നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം, അപ്പൊ നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാ കേസ് നിങ്ങൾ മാക്സിമം ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഒഴിവാക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾ ഫ്രീ ആയിട്ട് വെക്കാൻ നോക്കുക. ഫ്രീ ആയിട്ട് വെക്കും തോറും നമുക്ക് സ്മൂത്ത് ആയിട്ട് ഫ്രീ ഫയർ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും FB ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈറ്റ് വെർഷൻ യൂസ് ചെയ്താലും മതി. അപ്പൊ അത്രയ്ക്ക് നിർബന്ധമാണ്, ലൈറ്റ് വെർഷൻ യൂസ് ചെയ്താലും മതി. അപ്പൊ അതാവുമ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ സ്റ്റോറേജ് ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടിപ്സ് നമ്പർ 3 കേട്ടോ. അപ്പൊ ടിപ്സ് നമ്പർ 3 എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഡൗൺലോഡ് സെന്ററിന്റെ ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്ത സ്പോട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഡൗൺലോഡ് സെന്റർ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വേണ്ടതും മോഡായിട്ടും നമ്മുടെ കളക്ഷൻ ഐറ്റംസ് ആയിട്ടും മാപ്പായിട്ടും ഇവന്റ് സെക്ഷൻ ആയിട്ടും അതിങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പൊ എന്തായാലും ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തായാലും നമുക്ക് നല്ല ഹാങ്ങും ഹീറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഡൗൺലോഡ് ആവുന്ന ടൈമിൽ നമുക്ക് പിങ് ഒക്കെ വരും. നമ്മൾ മാച്ചൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ പിങ് ഒക്കെ വരും. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്കിത് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് കാണാം ഓട്ടോ ഡൗൺലോഡ് റെക്കമെൻഡീസ് റീസോഴ്സിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അറിവില്ലാതെ ഒന്നും തന്നെ ഡൗൺലോഡ് ആവാൻ പോകുന്നില്ല. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവരും ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത് കാരണം ഏറ്റവും നല്ലതായിട്ട് മാറാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടിപ്സ് നമ്പർ 4 ആണ്. അപ്പോൾ ടിപ്സ് നമ്പർ 4 എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീ ഫയർ മാക്സിൽ പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നമുക്കതിൽ സെറ്റിംഗ്സിൽ വൈബ്രേഷൻ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ പലരും ഓൺ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഓൺ ചെയ്ത പ്ലേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ, അപ്പോൾ ലോഡ് യൂസിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഇത് ഓൺ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ എന്തായാലും ഓഫ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലോഡ് യൂസ് ആണ് നല്ല പണി കിട്ടും, നല്ല ഹാങ്ങും കാലൊക്കെ വരും. എന്തായാലും ഓഫ് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടിപ്സ് നമ്പർ 5 ആട്ടോ. അപ്പോൾ ടിപ്സ് നമ്പർ 5 എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ഫയർ മാക്സിൽ നമുക്ക് സെറ്റിംഗ്സിൽ FF മാക്സിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫുൾ ഓൺ ചെയ്തൊരു പ്ലെയർ ആണെങ്കിൽ, അപ്പോൾ നമുക്ക് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ
നിങ്ങൾ എന്തായാലും ഓഫ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒന്ന് നമുക്ക് ഓഫ് അല്ലെങ്കിൽ ക്ലാസിക്, അപ്പോൾ ഞാനിപ്പോൾ ആക്കുന്ന പോലെ എല്ലാ ദിവസവും നിങ്ങൾ ഓഫ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ ഓഫ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സംഭവിക്കാൻ പോകും, നമ്മൾ നോർമൽ ഫ്രീ ഫയർ പോലെ നമ്മൾ ഫ്രീ ഫയർ മാക്സിസ് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോഗൗട്ട് അടിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഫ്രീ ഫയർ മാക്സിലേക്ക് ലോഗിൻ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് അതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് കുറേ ദിവസം ഹാങ്ങിൻ്റെയും ഹീറ്റിൻ്റെ ഒക്കെ ഇഷ്യൂസ് കുറക്കാൻ പറ്റും. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രീ ഫയർ നോർമൽ ഫ്രീ ഫയർ ഇല്ല, അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ലോ ഡിവൈസ് ആണ് എന്തായാലും അത് തന്നെ ഏറ്റവും നല്ലതായിട്ട് മാറാട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ബോണസ് ആയ ടിപ്സ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്തും അതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ കവറീസ് നിങ്ങൾ ഊരി വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതുവഴി നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസ് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും പ്ലേ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഹീറ്റിംഗ് ഇഷ്യൂസ് കുറക്കാൻ പറ്റും. ചാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മാക്സിമം ഹീറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ നമ്മൾ കവർ ഊരി വെക്കുന്ന സമയത്ത് മാക്സിമം ഹീറ്റീസ് നമുക്ക് അതുവഴി പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഫോണിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ എല്ലാ ടിപ്സുകളും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം മൊബൈലിൻ്റെ ഹാങ് ആണെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂ ആണെങ്കിലും എല്ലാ കേസ് കുറക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ള ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു തകർപ്പൻ വീഡിയോയിലൂടെ കാണാം. ബൈ.